കാശി, നിനക്ക് തന്നെ അറിയാം വിശ്വ നിങ്ങളെ വിളിക്കാത്തത് എന്തുകൊണ്ടാണെന്ന്. അറിയാടാ, പക്ഷെ നിനക്കൊരു കാര്യം അറിയോ? ഞങ്ങളുടെ ബാല അവളൊന്ന് ചിരിച്ചു കണ്ടിട്ട് 4 വർഷമായി. അവൾ പഴയതുപോലെ ഒന്നുമല്ല. എല്ലാം അവന്റെ ഭാഗത്ത് തെറ്റാ. കാശി, നീ എന്തറിഞ്ഞിട്ടാ പറയുന്നത്? എല്ലാം അവന്റെ മണ്ടയിൽ കൊണ്ട് വെക്കരുത്. അവൻ എന്ത് തെറ്റ് ചെയ്ത്? സ്നേഹിച്ച പെണ്ണിന് വേണ്ടി കുടുംബത്തെ ഉപേക്ഷിച്ചു പോയതോ? ശരി, സമ്മതിച്ചു, അവനൊരു തെറ്റും ചെയ്തില്ല. പക്ഷെ ചെയ്തത് മുഴുവൻ ബാലയാണല്ലോ. അവന് വേണ്ടി ഇതാ നിൽക്കുന്ന ഇവനെ പോലും വേണ്ടെന്ന് അവൾ പറഞ്ഞില്ലേ? അവന് വേണ്ടി എല്ലാം അവൾ ഉപേക്ഷിച്ചില്ലേ? എന്നിട്ടും അവൻ അവളോട് ഒരു വാക്ക് പറയാതെ അവളെ വേദനിപ്പിച്ചുകൊണ്ടല്ലോ ഇവിടെ നിന്ന് പോയത്. അത് സത്യമല്ലേ? കാശി, മതി, ശരിയാണ് നീ പറഞ്ഞത്. പക്ഷെ നീ ഒരു കാര്യം മറക്കരുത്, അവന്റെ കൂടെ പോയ പെൺകുട്ടി അതെന്റെ പെങ്ങൾ കൂടിയാണ്. സ്ത്രീയെക്കാളൊക്കെ ഞാൻ ഇവിടെ വേദനിക്കുന്നുണ്ട്. നിനക്കതറിയോ? എടാ രുദ്ര, പറ്റുന്നില്ല സത്യേട്ടാ. സ്ത്രീക്ക് മാത്രമേ വേദനിക്കുന്നുള്ളൂ അത്ര. ഞാൻ പിന്നെ ഇവിടെ ഹാപ്പിയാണല്ലോ. മതിയായല്ലോ കാശി നിനക്ക്. അവന്റെ അവസ്ഥയും കൂടി നീ നോക്കണമായിരുന്നു. ശ്രീ, എന്താ ദയാ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നീ ചോദിക്ക്. പിന്നെ ശ്രീ, റിച്ചേട്ടനും ഗൗരി ചേച്ചിയും തിരിച്ചു വന്നാൽ നിന്റെ പ്രതികരണം എന്തായിരിക്കും? ഞാനെന്ത് പ്രതികരിക്കാനാ? അവൻ അവന്റെ ഭാര്യയും കൊണ്ട് വീട്ടിൽ വരുന്നു. എനിക്ക് പ്രതികരിക്കേണ്ട ആവശ്യമില്ല. ശ്രീ, എന്താ പറയാ നിനക്ക്? നീ തന്നെയാണോ ശ്രീ ഇത് പറയുന്നത്? ജീവനത്തിലെ സ്നേഹിച്ച വിച്ചേട്ടനെ വെറുക്കേണ്ട കാര്യം നീ. എനിക്കൊരു കാര്യം അറിയോ ദയ? എന്റെ ജീവനാ എന്റെ വിച്ചേട്ടൻ. കല്യാണ തലേ ദിവസം ഗൗരി ചേച്ചി ഇറങ്ങിപ്പോയപ്പോൾ നഷ്ടമായത് എന്റെ സത്യേട്ടനാ. നിങ്ങൾക്ക് ആർക്കും അറിയില്ല എന്റെ സത്യേട്ടനെ ഗൗരി ചേച്ചി എത്രമാത്രം സ്നേഹിച്ചിരുന്നു. ഏട്ടൻ പലവട്ടം ചോദിച്ചതാ, എന്നിട്ട് ഗൗരി ചേച്ചി പറഞ്ഞില്ല. അവർ 2 പേരും ഓർത്തില്ല അവർ കാരണം 3 പേരുടെ ജീവിതമാണ് ഇവിടെ പോയതെന്ന്. ജീവന് തുല്യം സ്നേഹിച്ച രുദ്രേട്ടനെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. തന്റെ ജീവനെന്ന് കരുതിയെ സ്നേഹിച്ച ഗൗരി ചേച്ചി വിശ്വേട്ടന്റെ കൂടെ ഇറങ്ങിപ്പോയി. പിന്നെ ഒരിക്കലും തന്റെ ഇഷ്ടം പുറത്തു പറയാൻ പറ്റാത്ത അവസ്ഥയിൽ നടക്കല്ലേ നീ?